Hi all, welcome back to another session of hydraulics. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു. അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു, എങ്ങനെയാണ് ഡിസ്ചാർജ് ഇക്വേഷനിൽ മാറ്റം വരിക എന്ന് നമ്മൾ കണ്ടു. അതുപോലെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ രണ്ട് ഇക്വേഷൻസ് ആണ്. എംപിരിക്കൽ ഫോർമുല ഫോർ ഡിസ്ചാർജ് ഓവർ റെക്ടാങ്കുലർ വിയർ. റെക്ടാങ്കുലർ വിയറിന്റെ മാത്രം കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് എംപിരിക്കൽ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിൽ ഒന്നാമത് ബേസിൻസ് ഫോർമുല, രണ്ടാമത്തത് ഫ്രാൻസിസ് ഫോർമുല. ഈ ബേസിൻ ഫ്രാൻസിസ് എന്നുള്ളത് അത് ഇക്വേഷൻ പ്രൊപ്പോസ് ചെയ്ത ആൾക്കാരുടെ പേരാണ്. സോ ബേസിൻസ് ഫോർമുല, ഫ്രാൻസിസ് ഫോർമുല. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് എല്ലാം തിയറട്ടിക്കൽ ഇക്വേഷൻസ് ആണ്. തിയറട്ടിക്കൽ ഇക്വേഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ട്, ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്ന് ബെർണൗളിസ് തിയറത്തിൽ അല്ലെ. അങ്ങനെ ഒരു സ്പെസിഫിക് തിയറത്തിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഇക്വേഷൻ ആണ് തിയറട്ടിക്കൽ ഇക്വേഷൻ. ചില സമയത്ത് ഈ തിയറട്ടിക്കൽ ഇക്വേഷനും വല്ലാതെ ലെങ്തി ആയിരിക്കും അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ട ഈ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ ഭയങ്കര വലുപ്പം, ഒരുപാട് ടേംസ് ഒക്കെ വരുന്നു. സോ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ ഒരുപാട് ടേംസ് വരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈസിനെസ്സിന് വേണ്ടിയാണ്, കാൽക്കുലേഷൻ ഈസിനെസ്സിന് വേണ്ടി നമ്മൾ കുറച്ച് എംപിരിക്കൽ ഫോർമുലൈസ് ഉപയോഗിക്കാറുണ്ട്. ആ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ തിയറട്ടിക്കലായിട്ട് കണ്ടുപിടിച്ച ഇക്വേഷനും അതിന് ഒരു എക്സ്പെരിമെന്റൽ ബാക്ക്ഡ്രോപ്പും കൂടെ കൊടുത്തിട്ട്, ഇപ്പം ബേസിൻ ഫോർമുല, ഫ്രാൻസിസ് ഫോർമുല എന്ന് പറയുന്നത് ഈ ബേസിനും ഫ്രാൻസിസും റെക്ടാങ്കുലർ വിയറിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട്, അവരുടെ ലാബിൽ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഈ ഡിസ്ചാർജ് ഇക്വേഷനിൽ ഒരു ഷോർട്ട് ആക്കുന്ന രീതിയിൽ ചെറിയൊരു വേരിയേഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ചുകൂടെ കൺസൈസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പ്രൊപ്പോസ് ചെയ്യുന്നതാണ് എംപിരിക്കൽ ഫോർമുല. സോ അതിന് ഒരു എക്സ്പെരിമെന്റൽ ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കില്ല. ചെറിയ വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ആക്ച്വൽ ഡിസ്ചാർജിൽ നിന്ന് ഉണ്ടാവും. തിയറട്ടിക്കൽ ഡിസ്ചാർജിൽ നിന്നും തിയറട്ടിക്കൽ ഇക്വേഷൻ വരെ കണ്ടുപിടിക്കുന്ന ഡിസ്ചാർജിൽ നിന്നും വ്യത്യാസമുണ്ട്. അതിന്റെ കാരണം നിങ്ങൾക്കറിയാം, ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആ ലാബിന്റെ കണ്ടീഷൻസും അതുപോലെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന്റെ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടിട്ട് ഇക്വേഷനിൽ വ്യത്യാസം വരാം. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുല ഉപയോഗിക്കുന്നത്. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവാം എന്നുള്ളതും, എന്നാൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിലും നമ്മൾ എംപിരിക്കൽ ഫോർമുലാസും ഉപയോഗിക്കാറുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഇതിൽ എഴുതിയിരിക്കുന്ന ഫ്രാൻസിസ് ഫോർമുലയാണ് അല്ലെ. ഈ ഫ്രാൻസിസ് ഫോർമുലേന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ എൻഡ് കോൺട്രാക്ഷൻസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വിയർ പഠിച്ച സമയത്ത് സപ്രസ്ഡ് വിയറും കോൺട്രാക്റ്റഡ് വിയറും പഠിച്ചിട്ടുണ്ട്. ആ ഒരു വേരിയേഷൻ വരുന്ന സമയത്ത്, അതായത് നമ്മുടെ വിയറിന്റെ ഫ്ലോയിൽ കോൺട്രാക്ഷൻ, എൻഡ് കോൺട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഡിസ്ചാർജിന് വേരിയേഷൻ വരാമെന്ന് കൂടെ ഫ്രാൻസിസ് ഫോർമുലയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് കോൺട്രാക്റ്റഡ് വിയറിന്റെ പ്രോബ്ലംസ് വരുമ്പോൾ ഫ്രാൻസിസ് ഫോർമുല വെച്ചിട്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദീസ് ടു ഫോർമുലാസ്. ലെറ്റ് us start with ബേസിൻസ് ഫോർമുല. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ ബേസിൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ് വഴി ബേസിൻ എന്ന് പറയുന്ന എഞ്ചിനീയർ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ ആണ്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസിക്കലി നമ്മുടെ റെക്ടാങ്കുലർ വിയറിന്റെ ഡിസ്ചാർജ് ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, 2/3 CD/L √2G H⁻3/2. ഓക്കെ, ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ വിയറിന്റെ നമ്മൾ തിയറട്ടിക്കലായിട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ. സോ ബേസിൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പെരിമെന്റ്സ് ചെയ്ത് പുള്ളി എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഈ 2/3 CD, ആക്ച്വലി ഇത് കാണുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ. 2/3 എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂമറിക്കൽ വാല്യൂ ആണ്, കോൺസ്റ്റന്റ് ആണ്. അഗൈൻ CD എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. ഒരു പെർട്ടിക്കുലർ റെക്ടാങ്കുലർ വിയർ എടുത്താൽ, സോ ഒരേ പെർട്ടിക്കുലർ ഷേപ്പ് ഉള്ള വിയർ എടുത്തു കഴിഞ്ഞാൽ ആ വിയറിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. സോ 2/3 CD എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. പക്ഷേ ബേസിൻ എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത് ഈ 2/3 CD എന്ന് പറയുന്ന വാല്യൂസ് സെയിം വിയർ ഉപയോഗിച്ചാലും അതിലെ ഹെഡ് ഡിഫറൻസ്, എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വിയറിന്റെ ക്രസ്റ്റിന്റെ മുകളിലുള്ള വാട്ടർ ലെവലാണ് അല്ലെ, ഹെഡ് ആണ്. സോ ആ എച്ച് മാറുന്നതിനനുസരിച്ച് 2/3 CD വ്യത്യാസം ഉണ്ടാവുന്നു ബേസിൻ പറഞ്ഞു. എന്നിട്ട് ആ വ്യത്യാസം എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഇക്വേഷൻ വഴി റെപ്രസെന്റ് ചെയ്തിരുന്നു. എന്നിട്ട് അതിനൊരു പേര് വിട്ടു, എന്ന് വെച്ചാൽ ഒരു ലെറ്റർ വെച്ച് 2/3 CD റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് ബേസിൻസ് ഫോർമുലയിലുള്ള മാറ്റം. സോ വാട്ട് ബേസിൻ ഡിഡ് ഈസ്, based on his experiments, he found that 2/3 CD is equal to
0.405 plus 0.003 by h. കണ്ടോ, ഈ ഒരു ഇക്വേഷനിൽ h വന്നു. h വന്നാൽ ഇറ്റ് ഈസ് നോ ലോnger എ കോൺസ്റ്റന്റ്. ഹെഡ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് മാറും? ഈ 2/3 CD എന്നുള്ള പറഞ്ഞ വാല്യൂ മാറും. സോ ഇത് ഇക്വേഷനിൽ എഴുതാൻ ഉള്ള എളുപ്പത്തിന് വേണ്ടി ആയിരിക്കണം ഈ 0.405 പ്ലസ് 0.03 ബൈ എച്ചിനെ ബേസിൻ പുതിയൊരു പേരിൽ വിളിച്ചു, ദാറ്റ് ഈസ് എം. ഓക്കെ, സോ ഇൻ ബേസിക് ഇക്വേഷൻ വാട്ട് ഡിഫറൻസ് കംസ് ഈസ് ഈ 2/3 CD പകരം നമ്മൾ എം എന്ന് എഴുതും. ആൻഡ് ദിസ് എം ഈസ് ഈക്വൽ ടു 0.405 പ്ലസ് 0.03 divided by h. ആ ഒരു വ്യത്യാസമാണ് ഇക്വേഷനിലുള്ളത്. സോ വാട്ട് വിൽ ബി യുവർ ഡിസ്ചാർജ് ഓവർ എ റെക്ടാങ്കുലർ വിയർ? ഇറ്റ് വിൽ ബി Q is equal to m into L into root 2g into h raised to 3/2. So 2/3 CD വരെ നമ്മൾ എന്തെന്ന് എഴുതി? m എന്ന് എഴുതി. ആൻഡ് ദാറ്റ് m is equal to 0.405 plus 0.03 divided by h. സോ ഇതാണ് ബേസിൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഡിസ്ചാർജ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ആൻ എംപിരിക്കൽ ഇക്വേഷൻ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് വരുമ്പോൾ ദർ വിൽ ബി ആൻ അഡീഷണൽ ഹെഡ് എച്ച്. അതുകൊണ്ട് നമ്മുടെ ഡിസ്ചാർജ് കുറച്ചുകൂടെ വാല്യൂ കൂടും അല്ലേ? സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ബേസിൻസ് ഇക്വേഷനിൽ എങ്ങനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം? സോ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണ വെലോസിറ്റി ഓഫ് അപ്രോച്ച് വന്ന നമ്മുടെ ഡിസ്ചാർജ് ഇക്വേഷനിൽ എന്ത് മാറ്റാ വരുന്നത് എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ രണ്ട് ഇക്വേഷൻസ്, ട്രയാങ്കുലർ നോസിന്റെ എഴുതിയിട്ടുണ്ട്, റെക്ടാങ്കുലർ നോസിന്റെ എഴുതിയിട്ടുണ്ട്. തിയററ്റിക്കൽ സാധാരണ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് വന്നപ്പോൾ ഉള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. സോ രണ്ടിനും വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. എന്താണല്ലേ? h⁻³ അല്ലെങ്കിൽ h⁵2 ട്രയാങ്കിളുടെ കേസിലാണ്. സോ റേസ് ടു ഉള്ളത്, അതായത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന h ഉണ്ടല്ലോ, ആ എച്ചിന് പകരം എന്തായിട്ടുണ്ടാവും? h പ്ലസ് h⁻³ മൈനസ് h⁻³ എന്നാവും അല്ലെ? സോ h⁻³ എന്നുള്ളത് എന്താവും? h പ്ലസ് h⁻³ മൈനസ് h⁻³ എന്നാവും. വെറുതെ h മാത്രമാണെങ്കിൽ, ഇന്റഗ്രേഷൻ ഒന്നുമില്ല, വെറുതെ h മാത്രമാണ്, ഇന്റഗ്രേഷൻ പ്രൊഡക്റ്റ് അല്ലാതെയാണ് ആ ഇക്വേഷനിൽ h ഉള്ളതെങ്കിൽ ആ h ജസ്റ്റ് h പ്ലസ് h എന്നാവും. കാരണം ഹെഡ് ആണല്ലേ, ഹെഡ് ഇൻക്രീസ് ചെയ്തതാണ്. സോ അത് h പ്ലസ് h എന്നാവും. ഇന്റഗ്രേഷൻ റിസൾട്ട് വന്നിട്ടുള്ള, അതായത് സം റേസ് ടു ഉള്ള h ആണെങ്കിൽ അത് h പ്ലസ് h⁻³ മൈനസ് h⁻³ എന്നാവും. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇക്വേഷൻ ഇവിടെ എഴുതുമ്പോഴും ആ മാറ്റം തന്നെ വരാം. സോ ഇവിടുത്തെ മെയിൻ ഇക്വേഷനിലെ ml സ്ക്വയർ റൂട്ട് 2g h⁻³ എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അവിടെ വരുന്ന മാറ്റം എന്തായിരിക്കും? ഈ എച്ചിന് പകരം എന്താവും? h പ്ലസ് h⁻³ മൈനസ് h⁻³ എന്നാവും. പിന്നെ എമ്മിന് പകരം m1 എന്ന് എഴുതി, കാരണം ഇവിടെ ഒരു h ഉണ്ടല്ലേ, ആ h എന്തായിട്ട് മാറും? h പ്ലസ് ha ആയിട്ട് മാറും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ വെൻ വി കൺസിഡർ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് നമ്മൾ ബേസിസ് ഫോർമുല ആയിട്ട് ഉപയോഗിക്കുക. സോ യു ക്യാൻ സ്റ്റഡി ദീസ് ഇക്വേഷൻസ്. ഒരെണ്ണം പഠിച്ചാൽ ബേസിക്കലി എല്ലാത്തിൻ്റെയും ഡിസ്ചാർജ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാത്ത ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഒരുപാട് ഇക്വേഷൻ പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് സോ എന്താ ചെയ്യേണ്ടത്? h⁻³ എന്ന് വരുന്ന സമയത്ത് h പ്ലസ് ha റേസ് ടു ദാറ്റ് പവർ, 3/2 എന്നല്ല, ഏത് പവർ ആണെങ്കിലും. സോ h പ്ലസ് ha ദാറ്റ് പവർ മൈനസ് ha ദാറ്റ് പവർ എന്നുള്ള വാല്യൂ വരും. അതിന് കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇന്റഗ്രേഷനിൽ നിന്ന് വരുന്നതാണ് അല്ലെ? ഇനി ഇന്റഗ്രേഷന് പുറത്തുള്ള വെറുതെ ഒരു h ഉണ്ടെങ്കിൽ, വെറുതെ ഹെഡ് ഉണ്ടെങ്കിൽ അതെന്താവും? h പ്ലസ് h എന്നാവും. ആ രീതിയിൽ നിങ്ങൾക്ക് ഓർത്തെടുത്തിട്ട് പഠിക്കാൻ പറ്റും. സോ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് മറ്റേത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ബേസിസ് ഫോർമുല. ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കുക, എമ്മിന്റെ ഇക്വേഷനും ക്യൂവിന്റെ ഇക്വേഷനും. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ഇക്വേഷൻ. അത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം. സോ ഇത് നമ്മൾ ഫസ്റ്റ്, ഈ മൊഡ്യൂളിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്ന കാര്യമാണ്. വെയർ വിത്തൗട്ട് എൻ കോൺട്രാക്ഷനും വെയർ വിത്ത് എൻ കോൺട്രാക്ഷനും. വെയർ വിത്തൗട്ട് എൻ കോൺട്രാക്ഷനെ നമ്മൾ സപ്രസ്ഡ് വിയർ എന്ന് വിളിക്കും. വിയർ വിത്ത് എൻ കോൺട്രാക്ഷനെ നമ്മൾ കോൺട്രാക്റ്റഡ് വിയർ എന്നും വിളിക്കും. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? സപ്രസ്ഡ് വിയർ ആണെങ്കിൽ L വിൽ ബി ഈക്വൽ ടു B. കോൺട്രാക്റ്റഡ് വിയർ ആണെങ്കിൽ ക്രസ്റ്റ് ലെങ്ത് L വിൽ ബി ലെസ് ദാൻ ദ ചാനൽ വിഡ്ത്ത് B അല്ലേ? ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സപ്രസ്ഡ് വിയറിന്റെ പ്രോബ്ലം ചെയ്ത L is equal to B എടുത്തിട്ട് നിങ്ങൾ ഹോംവർക്കും ചെയ്തിട്ടുണ്ട്. ഇനി വിത്തൗട്ട് എൻ കോൺട്രാക്ഷൻ ആണെങ്കിൽ, അതായത് സപ്രസ്ഡ് വിയർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാന്നറിയാം അല്ലെ? ഡിസ്ചാർജ് വിത്തൗട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്തായിരിക്കും?
Q is equal to 2 by 3 CDL into root 2G H raised to 3 by 2. Considering velocity of approach ആണെങ്കിൽ Hന് പകരം എന്താവും H plus H raised to 3 by 2 minus H raised to 3 by 2 എന്നാവും. H A എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ ഹെഡ് V square by 2G. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ ഇങ്ങനെയാണ് റെക്ടാങ്കുലർ സപ്രസ്ഡ് വെയറിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ഇതല്ലാതെ നമ്മൾ ജസ്റ്റ് നൗ ഡിസ്കസ് ചെയ്ത ബേസിൻസ് ഫോർമുല വെച്ചു സപ്രസ്ഡ് വെയറിന്റെ ഡിസ്ചാർജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എൻ കോൺട്രാക്ഷനിൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ആക്ച്വലി ഈ എൽ എന്ന് പറഞ്ഞ ക്രസ്റ്റ് ലെങ്ത് ആണ് അല്ലേ? പക്ഷെ ഈ ക്രസ്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ വെള്ളം വരുന്നുണ്ടാവില്ല. അതായത് എൻ കോൺട്രാക്ഷൻ ഉള്ള വിയറിന്റെ പ്രത്യേകത എന്താ? ഇങ്ങനെ രണ്ട് സപ്പോർട്ട് അതിന്റെ സൈഡിലുണ്ടാവും അല്ലേ? ഈ ഒരു ഷേപ്പ് കാണുന്നല്ലേ, ഇങ്ങനെ രണ്ട് സപ്പോർട്ട് ഉണ്ടാവും. ആ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ വെള്ളത്തിന്റെ പാത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. ഫുള്ളായിട്ട് ഒഴുകിയല്ല വരിക, ചെറിയൊരു എന്താണ് പറയുക, കൺവേർജൻസ് വരും ആ ഒരു ഏരിയ എത്തുമ്പോൾ. ആ കൺവേർജൻസ് കൊണ്ട് ദർ വിൽ ബി ഡിഫറൻസ് ടു ദിസ് എൽ വാല്യൂ. ആ എൽ വാല്യൂ ഡിഫറൻസ് വരും. സോ യു കനോട്ട് ഡയറക്ട്ലി യൂസ് അവർ ദിസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് 2 by 3 CDL root 2G H raised to 3 by 2. സോ അതുകൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു എംപിരിക്കൽ ഇക്വേഷൻ ആണ് എന്ത്? ഫ്രാൻസിസ് ഫോർമുല. സോ റെക്ടാങ്കുലർ കോൺട്രാക്റ്റഡ് വിയർ ആണെങ്കിൽ discharge equation is modified considering the effect of n contraction through an empirical equation known as Francis formula. Okay, so Francis formula എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്രയാണ് ആ ഡീവിയേഷൻ. ആക്ച്വലി എൽ ഉണ്ടല്ലോ, ഈ എല്ലാണ് ക്രസ്റ്റ് ലെങ്ത്. പക്ഷെ ഈ ക്രസ്റ്റ് ലെങ്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തെറ്റാണ്. കാരണം വാട്ടറിന്റെ പാത്തിന് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ കോൺട്രാക്റ്റഡ് ആയിട്ടാണ് വെള്ളം ഒഴുകി വരിക. സോ ആ കോൺട്രാക്ഷൻ എത്രയാണെന്നാണ് ഫ്രാൻസിസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ പ്രപ്പോസലും ഇക്വേഷൻ ഒന്ന് നോക്കാം അടുത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫ്രാൻസിസ് ഫോർമുല. ഇവിടെ റെക്ടാങ്കുലർ വിയർ വിത്ത് എൻ കോൺട്രാക്ഷൻ വെച്ചിട്ടുണ്ട് അല്ലേ? ഇറ്റ് ഈസ് എ കോൺട്രാക്റ്റഡ് വിയർ. ഫ്രാൻസിസ് based on his experiment found that n contractions decreases effective length of the crust of the weir. So വെള്ളം ഒഴുകി വരുന്ന സമയത്ത് n കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ ക്രസ്റ്റിന്റെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകി വരുന്ന ലെങ്ത്. ഓക്കെ, അതായത് വെയറിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി വരുന്ന ലെങ്ത് n കോൺട്രാക്ഷൻ വഴി കുറവായിരിക്കും എന്ന് ഫ്രാൻസിസ് കണ്ടുപിടിച്ചു. അതുപോലെ ആ n കോൺട്രാക്ഷൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, 2 by 3 CDL ആണ് അല്ലേ? So discharge is proportional to L, crust length. So crust length കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡിസ്ചാർജും കുറയും. സോ ഫ്രാൻസിസിന്റെ എക്സ്പെരിമെന്റ് വഴി അദ്ദേഹം കണ്ടുപിടിച്ചത് ഇറ്റ് ഈസ് ദാറ്റ് എൻ കോൺട്രാക്ഷൻ കൊണ്ട് എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്ത് കുറയും, അതുപോലെ ഡിസ്ചാർജും കുറയും. ഇനി നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ആ വേരിയേഷൻ വരാം. സോ ഇത് നമ്മുടെ എലവേഷൻ ആണ്, നമ്മൾ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഇനി നമ്മൾ ഈ വിയറിന്റെ മുകളിൽ നിന്നാണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. സോ ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വിയർ അല്ലേ? സോ ഇത് നമ്മുടെ ചാനൽ, ഈ രണ്ട് ഗ്രേ ലൈൻ ചാനൽ വിഡ്ത്ത് B. സോ അതിന്റെ നടുക്ക് നമ്മളൊരു വിയർ കൊണ്ടു. വിയറിന്റെ ക്രസ്റ്റ് ലെങ്ത് ആണ് L, അതായത് ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് സപ്പോർട്ട് ഇല്ലാത്ത പോർഷനാണ് ക്രസ്റ്റ് ലെങ്ത് L. ഓക്കെ, ഇനി വെള്ളം ഒഴുകാണെന്ന് വിചാരിക്കാം. വെള്ളം ഒഴുകുന്ന സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകി പോവല്ല ചെയ്യുക. ഇറ്റ് വിൽ ടേക്ക് എ സ്മോൾ കർവ്ഡ് പാത്ത്. സോ ഈ ഒരു ഫ്ലോ പാത്തിന് ഒരു കോൺട്രാക്ഷൻ സംഭവിക്കും. കണ്ടോ, ഇറ്റ് ഗെറ്റ്സ് കോൺട്രാക്റ്റഡ്. അപ്പൊ ഇവിടെ വിയറിന്റെ മുകളിൽ എത്തുമ്പോൾ ടോട്ടൽ വിയറിന്റെ ക്രസ്റ്റ് ലെങ്തിൽ കൂടി അല്ല വെള്ളം ഒഴുകുക. ഓക്കെ, വെള്ളം ഒഴുകി വരുന്ന സമയത്ത് വിയർ കെട്ടിക്കഴിയുമ്പോൾ വിയറിന്റെ എൻ കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ വിയറിന്റെ മുകളിൽ കൂടെ ഒഴുകുന്ന വെള്ളം ടോട്ടൽ ക്രസ്റ്റ് കൂടെ അല്ല ഒഴുകുക. ദർ വിൽ ബി സം കോൺട്രാക്ഷൻ ടു ദ വാട്ടർ ജെറ്റ്. സോ വരുന്ന വെള്ളത്തിന്റെ ജെറ്റിന് നമ്മൾ പ്ലാനാർ വ്യൂവിൽ നോക്കുമ്പോൾ ദർ ഈസ് സം കോൺട്രാക്ഷൻ ടേക്കിംഗ് പ്ലേസ്. സോ ഫ്രാൻസിസ് കണ്ടുപിടിച്ചത് ആ കോൺട്രാക്ഷൻ ആണ്. ഈ ഒരു സൈഡ് ഇവിടുത്തെ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് അല്ലേ? സോ ആക്ച്വലി ഇതിലേക്കൂടെ ഒഴുകേണ്ട സാധനം ഇപ്പോൾ ഒഴുകുന്ന ഇങ്ങനെയാണ് അല്ലേ? സോ ദിസ് ഈസ് എൻ കോൺട്രാക്ഷൻസ്. So what he found out that through his experiment the value is 0.1 H. So 0.1 times head over the weir. ഈ കോൺട്രാക്ഷന്റെ വാല്യൂ എന്ന് വെച്ചാൽ 0.1 ടൈംസ് ഹെഡ് ഓവർ ദ വിയർ ആയിരിക്കും എന്ന് എക്സ്പെരിമെന്റ്സ് വഴി കണ്ടുപിടിച്ചു. സോ ദിസ് ഡിസ്റ്റൻസസ് വിൽ ബി 0.1 H, 0.1 H ഈച്ച്. സോ വെള്ളം ഒഴുകി വരുന്ന സമയത്ത്
എയറിന്റെ ക്രസ്റ്റിന്റെ മുകളിൽ കൂടെ ഒഴുകുമ്പോൾ ദർ വിൽ ബി 0.1 h ഡിഫറൻസ് ഫ്രം ദ ക്രസ്റ്റ് ലൈൻ ടു ദ ആക്ച്വൽ ഫ്ലോ ജെറ്റ് അല്ലെ. വരുന്ന ഫ്ലോ ഫിലിം ഓഫ് വാട്ടറിന് ക്രസ്റ്റിനേക്കാളും ഈ 0.1 h ഡിഫറൻസ് രണ്ട് സൈഡിലും ഉണ്ടാവും. ഇപ്പൊ ആക്ച്വലി എഫക്റ്റീവ് ലെങ്ത് ഓഫ് ക്രസ്റ്റ് എന്തായിരിക്കും? സോ എൽ ആണ് നമ്മുടെ ഇക്വേഷനിലുള്ളത്. പക്ഷെ എൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ടോട്ടൽ എൽ ലെങ്തിലല്ല വെള്ളം ഒഴുകുന്നത്. എത്രയിലാണ് ഒഴുകുന്നത്? എൽ മൈനസ് ഈ രണ്ട് 0.1 h അല്ലേ. സോ ഇറ്റ് വിൽ ബി എൽ മൈനസ് 0.2 h. സോ ദ എഫക്റ്റീവ് ക്രസ്റ്റ് ലൈൻ വെൻ വാട്ടർ ഫ്ലോസ് ഓവർ എ contracted weir will be L minus 0.2 h. So you can say that effective crest length is equal to L minus 0.2 h. So നമ്മുടെ ബേസിക് ഇക്വേഷനിൽ എല്ലിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? L minus 0.2 h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മനസ്സിലായല്ലോ അല്ലേ? സോ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ആ എൻ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ഫുൾ ക്രസ്റ്റ് ലെങ്ത്തിൽ വാട്ടർ ഒഴുകുന്നില്ല. ഓരോ സൈഡിലും എന്ന് വെച്ചാൽ വാട്ടറിന്റെ ആ വാട്ടർ ഫിലിമിന്റെ രണ്ട് സൈഡിലും 0.1 h വെച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. സോ ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത് എഫക്റ്റീവ് ആയിട്ട് എത്ര ഉണ്ടാവും? ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത് മൈനസ് 0.2 h. രണ്ട് സൈഡിലും 0.1 h. സോ എൽ മൈനസ് 0.2 h ആയിരിക്കും എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്ത്. സോ ഈ എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്തിനെ നമ്മുടെ ഇക്വേഷനിലോട്ട് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഡിസ്ചാർജ് എന്താവും? 2/3 CD ഇൻറ്റു എൽ ആയിരുന്നു അല്ലേ. ആ എല്ലിന് പകരം നിങ്ങൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എൽ മൈനസ് 0.2 h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇൻറ്റു റൂട്ട് ഓഫ് 2g h raised to 3/3. ഇതാണ് ഡിസ്ചാർജ് ഓവർ കോൺട്രാക്റ്റഡ് വെയർ. ഓക്കെ, 2/3 CD L മൈനസ് 0.2 h റൂട്ട് 2g h raised to 3/2. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ റെക്ടാങ്കുലർ വിയർ ആണെങ്കിൽ അതിന്റെ CD കോൺസ്റ്റന്റ് ആണ്, G കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും സിഡിയും ജിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കണം ആ സിഡിയും ജിയും കൂടെ പുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മനസ്സിലായോ? ഈ സി ഡി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, ജി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ബേസിസ് ഫോർമുല പറഞ്ഞത് കേട്ടോ, അത് വേറൊരു സ്റ്റഡിയാണ്, ഇത് വേറൊരു സ്റ്റഡിയാണ് അല്ലേ. നമ്മൾ തിയറിറ്റിക്കൽ ഇക്വേഷനിൽ നിന്നാണ് എല്ലാവരും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഫ്രാൻസിസിന്റെ ഡെറിവേഷൻ എന്ന് വെച്ചാൽ എൻ കോൺട്രാക്ഷനെ ബേസ് ചെയ്താണ്. അത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെ. എൽ മൈനസ് 0.2 h എന്ന് ഇൻകോപ്പറേറ്റ് ചെയ്തു. ഇനി സി ഡിയും ജിയും കോൺസ്റ്റന്റ് വാല്യൂസ് ആണ് അല്ലെ. സി ഡി ഫോർ എ റെക്ടാങ്കുലർ വിയർ യൂഷ്വലി വിൽ ബി 0.623. ജി എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഫോർ എർത്ത് 9.81 മീറ്റർ പെർ സെക്കൻഡ്. സോ ആ രണ്ട് വാല്യൂവും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷനെ ഫ്രാൻസിസ് ചെറുതാക്കി. സോ ദ ഇക്വേഷൻ വിൽ ബി 1.84 L minus 0.2 h h raised to 3/2. So discharge over a contracted weir by Francis formula is 1.84 L minus 0.2 h h raised to 3/2. സോ ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫ്രാൻസിസ് ഫോർമുല എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ കോൺട്രാക്ഷൻ ഉള്ള റെക്ടാങ്കുലർ വിയറിന്റെ പഠിക്കേണ്ട ഇക്വേഷൻ ഈസ് 1.84 L minus 0.2 h ഇൻറ്റു h raised to 3/2. ഓക്കെ, ഇനി ഇതൊരു സപ്രസ്ഡ് വിയർ ആണെന്ന് വിചാരിക്കാം. സോ ഇതേ ഇക്വേഷൻ സപ്രസ്ഡ് വിയറിലാണെങ്കിൽ എന്ത് മാറ്റം വരും? എന്തായിരിക്കും മാറ്റം വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സപ്രസ്ഡ് വിയർ ആണെങ്കിൽ ഈ 0.1 h അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവില്ല. എൽ വിൽ ബി ഈക്വൽ ടു എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്ത് വിൽ ബി ഈക്വൽ ടു എൽ. സോ എൽ മൈനസ് 0.2 h പകരം നമ്മുടെ പഴയ എല്ല് തിരിച്ചു കൊണ്ടുവരിക. സോ ഡിസ്ചാർജ് ഓവർ സപ്രസ്ഡ് റെക്ടാങ്കുലർ വിയർ വിൽ ബി ഈക്വൽ ടു 1.84 LH raised to 3/2. സോ നിങ്ങൾ ഓർത്തു 2/3 CD L ഇൻറ്റു റൂട്ട് 2G h raised to 3/2 എന്നുള്ള ഇക്വേഷൻ എങ്ങനെയായി? 1.84 LH raised to 3/2 എന്നും സിംപ്ലർ ഫോർമുലയായി. അതാണ് എംപിരിക്കൽ ഫോർമുലേന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്ചാർജ് ഓവർ കോൺട്രാക്റ്റഡ് വിയർ, എൻഡ് കോൺട്രാക്ഷൻ ഉള്ള റെക്ടാങ്കുലർ വിയർ ആണ് നിങ്ങളോട് ചോദിക്കുന്നെങ്കിൽ, അതിന്റെ ഡിസ്ചാർജ് ആണ് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഫ്രാൻസിസ് ഫോർമുല വിച്ച് ഈസ് 1.84 L minus 0.2 h ഇൻറ്റു h raised to 3/2. സോ അതേ ഇക്വേഷനെ നമ്മൾ സപ്രസ്ഡ് വെയറിലോട്ട് എടുക്കുമ്പോൾ, അതായത് എൻ കോൺട്രാക്ഷൻ ഇല്ലാതാവുമ്പോൾ L മൈനസ് 0.2 h എന്താവും? L തന്നെയാവും അല്ലെ. ആ ക്രസ്റ്റിന്റെ മോളിൽ കൂടെ മുഴുവനായിട്ട് വെള്ളം ഒഴുകും. സോ ഇറ്റ് വിൽ ബി 1.84 LH raised to 3/2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഇക്വേഷൻ, വിത്ത് കോൺട്രാക്ഷനും വിത്തൗട്ട് കോൺട്രാക്ഷനും. ഇനി കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്. ഒന്നാമത്തെ സ്പെഷ്യൽ കേസസ് നിങ്ങൾക്ക് അറിയാം, വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണ് അല്ലേ. സോ വെള്ളം ഒഴുകി വരുന്ന സമയത്തുള്ള വെലോസിറ്റി കൺസിഡർ ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവും, അഡീഷണൽ ഹെഡ് ഉണ്ടാവും, എച്ച് എ.
HA is equal to velocity of approach square by 2g. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. സോ ആ ഒരു ഇൻകോപ്പറേഷൻ ഈ ഇക്വേഷനിലും നമുക്ക് നടത്താം. അപ്പൊ ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ബേസിസ് ഇക്വേഷൻ ഫോർമുല ഡിസ്കസ് ചെയ്ത സമയത്ത് എങ്ങനെയാ പറഞ്ഞേ? h⁻³ അല്ലെങ്കിൽ h⁻ സംതിങ് എന്നുള്ള സ്ഥലത്ത് അത് എന്താവും? h+HA⁻³ മൈനസ് HA⁻³ അല്ലെ? ഏതാണോ റേസ് ടു ആ റേസ് ടു വരുന്ന സമയത്ത് h+HA ടു ദാറ്റ് വാല്യൂ മൈനസ് HA⁻² ദാറ്റ് വാല്യൂ. അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ വെറുതെ h വരുന്ന സ്ഥലത്ത്, അതായത് റേസ് ടു ഒന്നുമില്ല, വെറും h ആണെങ്കിൽ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? h+HA എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെയിം പരിപാടി ഇവിടെ തന്നെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? ആദ്യത്തെ വിത്ത് n കോൺട്രാക്ഷൻ ആണെങ്കിൽ 1.84 L ഓക്കെ മൈനസ് 0.2 h ഉണ്ടല്ലേ? ആ എച്ചിന് പകരം എന്താവും? h+HA. സോ h⁻² സംതിങ് ഇല്ല, h മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് h+HA. ഇനി h⁻³ ആണ് അല്ലെ? റേസ് ടു ഉണ്ട്. അപ്പൊ യുവർ ഇക്വേഷൻ വിൽ ബി h+HA⁻³ മൈനസ് HA⁻³. So for a contracted weir with velocity of approach concerned, your equation will be this one. Okay. ഇനി സപ്രസ്ഡ് വെയർ ആണെങ്കിലോ ഇവിടെ h⁻³ ഉണ്ട്. ആ h⁻³ പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? h+HA⁻³ മൈനസ് HA⁻³. So this is your suppressed wear equation with velocity of approach taken into consideration. Okay. So ഒരു സ്പെഷ്യൽ കേസ് ആയി അല്ലേ? സോ ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ സ്പെഷ്യൽ കേസായി. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നിങ്ങൾ സാധാരണ റെക്ടാങ്കുലർ വെയർ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ഒരു ടൈപ്പ് വെയർ കാണും. എന്ന് വെച്ചാൽ നമ്മൾ ചിത്രത്തിൽ ഡിസ്കസ് ചെയ്തത് ഒറ്റ ബേ ആയിരുന്നു. 1 ബേ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ, അതിനാണ് 1 ബേ എന്ന് പറയാം. സോ ഒരു ചാനലിന്റെ എൻറ്റയർ വിഡ്ത്തിൽ ഒറ്റ ബേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു ഡിവിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. വല്ലാത്ത വലിയ റിവർ ആണെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ക്രസ്റ്റ് കൊടുക്കുന്നതിന് പകരം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല ബേസ് ആയിട്ട് കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതൊരു 3 ബേ ഉള്ള ഒരു വിയറാണ്. കണ്ടോ? ഇതൊന്നാമത്തെ ബേ, ഇത് രണ്ടാമത്തെ ബേ, മൂന്നാമത്തെ ബേ. അങ്ങനെ വിട്ട് അനുസരിച്ച് നമുക്ക് n നമ്പർ ഓഫ് ബേസ് കൊടുക്കാം. കണ്ടോ? ഇഫ് ദർ ആർ n ഈക്വൽ ബേസ് ഫോർ ദ വിയർ. അങ്ങനെ പല ബേസ് ഉള്ള ഒരു വിയർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? സോ ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ടാവും? n കോൺട്രാക്ഷൻ ഉണ്ടാവും അല്ലേ? സോ ഓരോ ബേയിലും n കോൺട്രാക്ഷൻ ഉണ്ടാവില്ലേ? നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത് ഇതിന്റെ ഒറ്റ പാർട്ടാണ് അല്ലേ? ഇത്രയും ഭാഗം നിങ്ങൾ മറക്കുക. ഈ ഒരു ഒറ്റ പാർട്ട് ആയിരുന്നപ്പോൾ ഇവിടെ ഒരു 0.1 h ഉണ്ട്, ഇവിടെ ഒരു 0.1 h ഉണ്ട്. സോ ടോട്ടൽ 0.2 h അല്ലേ? സോ രണ്ടെണ്ണം വരുമ്പോൾ 2 × 0.2 h വരും. മൂന്നെണ്ണം വരുമ്പോൾ 3 × 0.2 h വരും. നാലെണ്ണം വരുമ്പോൾ 4 × 0.2 h വരും. അങ്ങനെ n നമ്പർ ഓഫ് ബേസ് ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? n × 0.2 h. മനസ്സിലായോ? സോ ദ എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്ത് ഫോർ n ഈക്വൽ ബേസ് ഓഫ് ദ വെയർ വിൽ ബി n ടൈംസ് L മൈനസ് 0.2 h. മനസ്സിലായല്ലോ അല്ലേ? സോ ഒരു ബേക്ക് രണ്ട് സൈഡിൽ n കോൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ബേയിലോട്ടും വാട്ടർ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് ആ വെയറിന്റെ ത്രൂ ഔട്ട് വിഡ്ത്ത് ഉണ്ടല്ലേ? സോ വാട്ടർ വരുന്ന സമയത്ത് ആ വെയറിന്റെ അകത്തോട്ട് കയറുമ്പോൾ n കോൺട്രാക്ഷൻ രണ്ട് സൈഡിലും സംഭവിക്കും. സോ ഓരോ ബേയിലും രണ്ട് n കോൺട്രാക്ഷൻസ് വെച്ചിട്ടുണ്ട്. സോ 0.1 h × 2 അതാണ് 0.2 h എന്ന് പറയുന്നത്. സോ ഒരു ബേക്ക് 0.2 h, അതുപോലെ രണ്ടെണ്ണം വന്നാൽ 2 × 0.2 h, മൂന്നെണ്ണം വന്നാൽ 3 × 0.2 h. അങ്ങനെ n നമ്പർ ഓഫ് ബേസ് ഉണ്ടെങ്കിൽ ദ എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്ത് വിൽ ബി n ടൈംസ് L × 0.2 h. സോ നമുക്ക് ഇക്വേഷനിൽ എന്ത് മാറ്റം വരും? ഈ L മൈനസ് 0.2 h എന്നുള്ള സ്ഥലത്ത് L മൈനസ് ഇത് n × L മൈനസ് 0.2 h അല്ല കേട്ടോ, L മൈനസ് n ടൈംസ് 0.2 h ആണ്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, സോ L മൈനസ് L എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് അങ്ങേ അറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ. L മൈനസ് n 0.2 h, അതായത് ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത്തിൽ നിന്ന് n ടൈംസ് 0.2 h സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ വാട്ട് യു ഗെറ്റ് ഈസ്, ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഈ L മൈനസ് 0.2 h എന്ന് എഴുതിയ സ്ഥലത്ത് n × 0.2 h എന്ന് അഡീഷണൽ വരും. ഈ n എന്നുള്ള സാധനം എല്ലായിടത്തും അഡീഷണൽ ആയിട്ട് വരും. നമുക്കറിയാം ഇത് സപ്രസ്ഡ് വെയർ കേസിൽ ഇങ്ങനെ വരില്ല അല്ലെ? സപ്രസ്ഡ് വെയർ എന്ന് വെച്ചാൽ L വിൽ ബി ഈക്വൽ ടു B. ഇങ്ങനെ ഇടയ്ക്ക് പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ, ഇത് ഓരോ പോസ്റ്റുകളാണ് അല്ലെ? എന്ന് വെച്ചാൽ ഓരോ സപ്പോർട്ട്സ് ആണ്. ആ സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ കോൺട്രാക്ഷൻ നടന്നു, n കോൺട്രാക്ഷൻ നടന്നു.
സോ എൻ കോൺട്രാക്ഷൻ കേസ് മാത്രമേ ഈ ഈക്വൽ ബേ കേസിൽ വരുന്നുള്ളൂ. സോ ആ ഇക്വേഷനിലാണ് വേരിയേഷൻ വരാം. സോ ഡിസ്ചാർജ് ഓവർ കോൺട്രാക്റ്റഡ് റെക്ടാങ്കുലർ വെയർ വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണെങ്കിൽ നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇതാണല്ലേ, 1.84 L മൈനസ് 0.2 H റേസ് ടു 3/2. സോ ഈ 0.2 ന് പകരം എന്താവും, N ടൈംസ് 0.2 എന്നാവും. ഓക്കെ, ഇനി ഇഫ് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആണെങ്കിലോ ഒരു വ്യത്യാസവും ഇല്ല. ഇതേ ഇക്വേഷനിൽ എച്ചിന് പകരം എന്താവുക, എച്ച് പ്ലസ് എച്ച് എഴുതുക. ഇവിടുത്തെ എച്ചിന് പകരം എന്താവുക, എച്ച് പ്ലസ് എച്ച് റേസ് ടു 3/2 മൈനസ് എച്ച് റേസ് ടു 3/2. എനിക്കറിയാം ഒരുപാട് ഇക്വേഷൻ കണ്ടു, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ബേസിക് ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും, കൺസെപ്റ്റും അറിയാമെങ്കിൽ. സോ ഇവിടുത്തെ സ്പെഷ്യൽ കേസ് എങ്ങനെ എടുക്കുക, വെലോസിറ്റി ഓഫ് അപ്രോച്ച് വന്നാൽ വെറും എച്ച് ആണെങ്കിൽ എച്ച് പ്ലസ് എച്ച് എന്ന് എഴുതുക. എച്ച് റേസ് ടു 3/2 അല്ലെങ്കിൽ എച്ച് റേസ് ടു 5/2 എന്നൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, എച്ച് പ്ലസ് എച്ച് റേസ് ടു 3/2 മൈനസ് എച്ച് റേസ് ടു 3/2. ഇനി ട്രയാങ്കിളിന്റെ കേസിലാണെങ്കിൽ എച്ച് പ്ലസ് എച്ച് റേസ് ടു 5/2 മൈനസ് എച്ച് റേസ് ടു 5/2 റേസ് ടു വരുമ്പോൾ. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് വരുമ്പോൾ ആ കേസ് നമ്മൾ ഈക്വൽ ബേസിന്റെ കാര്യം പറഞ്ഞു ഇവിടെ അല്ലെ. സോ ഓരോ ബേക്കും 0.2 വരെ, അങ്ങനെ n നമ്പർ ഓഫ് 0.2 ഉണ്ടാവും. ആ ഇക്വേഷനിൽ n ഇൻറ്റു 0.2 നോക്കുക. സോ ടോട്ടൽ L ആണെങ്കിൽ ഇവിടുത്തെ L ഓർക്കുക, ഈ L എന്ന് പറഞ്ഞാൽ ഒരു ബേയിന്റെ ക്രസ്റ്റ് ലെങ്ത് അല്ല, ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത്തിന്റെ അഡീഷൻ ആണ്. ഓക്കെ, ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത്തിന്റെ അഡീഷൻ ആണ് ഈ L. സോ ദാറ്റ് L മൈനസ് n ടൈംസ് 0.2 ദാറ്റ് വിൽ ബി യുവർ എഫക്റ്റീവ് ക്രസ്റ്റ് ലെങ്ത് വാല്യൂ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷനും കിട്ടും. ഓക്കെ, സോ ഇക്വേഷൻസ് ഇങ്ങനെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക, എല്ലാം ബൈ ഹാർട്ട് ചെയ്യാണ്ട്. ഓക്കെ, സോ ലെറ്റ് us do 2 problems and we will wind up today's session. First question is this one. The head of water over a rectangular weir is 40 centimeter. The length of crust of the weir with n contraction suppressed is 1.5 meter. Find the discharge using Francis formula and discharge using Basin's formula. Okay, so നമ്മളോട് പറഞ്ഞിരിക്കുന്നത് you have a rectangular weir and it is suppressed. N contractions suppressed എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. So we don't have to worry about that 0.1 H. ആ 0.2 H എന്നുള്ള ഫാക്ടർ നമുക്ക് മറക്കാം. ഇവിടെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സോ തന്നിരിക്കുന്ന ഡാറ്റ ഹെഡ് ഓവർ ദ വെയർ തന്നിട്ടുണ്ട്, വിച്ച് ഈസ് H, വിച്ച് വി കൺവേർട്ട് ടു മീറ്റർ ആൻഡ് വി ഗെറ്റ് as 0.4 meter. So head over the weir H is equal to 0.4 meter. Now crust length തന്നിട്ടുണ്ട് അല്ലേ. So crust of the weir with n contraction suppressed 1.5 meter, crust length 1.5 meter. Now you have to find out discharge using Francis formula and Basin's formula. Okay, so let us start with Francis formula. So contracted rectangular weir അല്ല, it is suppressed rectangular weir. ബേസിക് ഇക്വേഷൻ ആണ്, ഓർമ്മയുണ്ടോ, 1.84 LH raised to 3/2 അല്ലെ. സോ Q is equal to 1.84 LH raised to 3/2. ഇവിടെ വെലോസിറ്റി ഓഫ് അപ്രോച്ചിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, കൺസിഡർ ചെയ്യാനോ കൺസിഡർ ചെയ്യേണ്ടെന്നോ പറയുന്നില്ല. സോ വി ആർ നോട്ട് കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്. ഇനി വെലോസിറ്റി ഓഫ് അപ്രോച്ച് കണ്ടുപിടിക്കാൻ ചാനലിന്റെ വിഡ്ത്തോ ഡെപ്തോ ഒന്നും തന്നിട്ടില്ല അല്ലെ. സോ യു ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ വിത്തൗട്ട് വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇക്വേഷൻ. സോ Q is equal to 1.84 LH raised to 3/2. അതാണ് ഡിസ്ചാർജ് ഓവർ സപ്രസ്ഡ് റെക്ടാങ്കുലർ വിയർ അല്ലെ. L അറിയാം, H അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സോ 1.84 into 1.5 into 0.4 raised to 3/2. So your answer will be 0.6982 meter cube per second. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ എൻ്റയർ ഹൈഡ്രോളിക്സിൽ നിങ്ങൾക്ക് വരുന്ന പ്രോബ്ലത്തിൽ ഒറ്റൊരു പ്രോബ്ലമേ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ. ഇക്വേഷൻ ഓർത്തിരിക്കണം, അതുപോലെ ഏത് ക്വസ്റ്റ്യന് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്ന് അറിയണം. അത് രണ്ടും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. സോ ഹിയർ ഇറ്റ് ഈസ് റെക്ടാങ്കുലർ സപ്രസ്ഡ് വെയർ, വെലോസിറ്റി ഓഫ് അപ്രോച്ച് പറഞ്ഞിട്ടില്ല. സോ യു ക്യാൻ ഗോ ഫോർ ദിസ് ഇക്വേഷൻ 1.84 LH raised to 3/2. സോ 0.6982 meter cube per second. ഇനി ബേസിൻസ് ഫോർമുല ആണെങ്കിൽ ഇറ്റ് വിൽ ബി ML root of 2G H raised to 3/2 അല്ലെ. M into L into root of 2G into H raised to 3/2. ഇവിടെ നമുക്ക് M വേണം. എമ്മിന് ഒരു എംപെരിക്കൽ ഇക്വേഷൻ ഉണ്ടല്ലേ, എന്തായിരുന്നു, 0.405 പ്ലസ് 0.03 ഡിവൈഡഡ് ബൈ H. ഈ ഇക്വേഷനിൽ H മാത്രം അൺനോൺ ഉള്ളൂ, Hനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 0.405 പ്ലസ് 0.03 ബൈ 0.4. ദ ആൻസർ വിൽ ബി 0.4125. സോ ദ വാല്യൂ ഓഫ് M ഈസ് 0.4125. അതുകൊണ്ട് ഡിസ്ചാർജ് എന്തായിരിക്കും ബൈ ബേസിൻസ് ഫോർമുല, എമ്മിന് പകരം 0.4125
എല്ലിന് പകരം 1.5 ഇൻറ്റു 2 ഇൻറ്റു 9.81 ഇൻറ്റു 0.4 raised to 3/2. So this is your discharge. The value will be 0.6932 meter cube per second. So Francis formula വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഡിസ്ചാർജ് എത്രയാണ്? 0.6982. ബേസിൻസ് ഫോർമുല വെച്ച് കിട്ടുന്ന ഡിസ്ചാർജ് 0.6932. ഇതാണ് ഞാൻ പറയുന്നത്. ഓരോ എക്സ്പെരിമെന്റ്സ് ബേസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുന്ന എംപിരിക്കൽ ഇക്വേഷൻസിന് വാല്യൂസ് വ്യത്യാസം ഉണ്ടാവും. കാരണം ആ എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ് വ്യത്യാസം ഉണ്ടാവും, എക്സ്പെരിമെന്റ് ചെയ്യുന്ന പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും, മെറ്റീരിയൽസോ മെഷീൻസോ എല്ലാം വ്യത്യാസം ഉണ്ടാവും. സോ ദാറ്റ് ഡിഫറൻസ് വി ഷുഡ് എക്സ്പെക്ട് വെൻ വി ആർ യൂസിങ് ആൻ എംപിരിക്കൽ ഇക്വേഷൻ. അതാണ് എംപിരിക്കൽ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ദിസ് ഈസ് ദ ഡിസ്ചാർജസ് ബൈ ഫ്രാൻസിസ് ആൻഡ് ബേസിസ് ഫോർമുല. ഇതൊരു ഡയറക്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏത് ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. സോ അടുത്ത കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ലെവലുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ വിയർ 36 meters long is divided into 12 equal bays by vertical posts, each 60 centimeter wide. Determine the discharge over the weir if the head over the crust is 1.2 meter and velocity of approach is 2 meter per second. Okay, നമ്മുടെ സ്പെഷ്യൽ കേസിൽ രണ്ടാമത്തെ കാര്യമാണല്ലോ ഇത്. സോ ഫ്രാൻസിസ് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. എൻഡ് കോൺട്രാക്ഷൻ ഉണ്ട്. സോ എൻഡ് കോൺട്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിസ് ഫോർമുല പറ്റില്ല, ഫ്രാൻസിസ് ഫോർമുലയാണ്. അഗൈൻ ഈക്വൽ ബേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഒരു വലിയ വെയറിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫ്രാൻസിസ് ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. സോ എങ്ങനെയായിരിക്കും വെയർ ഇരിക്കുക? ഇങ്ങനെ ഒരു വലിയ ചാനൽ, ഒരു പുഴയായിരിക്കാം. ആ പുഴേന്റെ എലോങ് ദ വിഡ്ത്ത് ഇങ്ങനെ 12 ബേസ് ഉള്ള ഒരു വിയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ 12 ബേസ്. ഓക്കെ, ഇങ്ങനെ 12 ബേസ് ഉണ്ട്. അപ്പോൾ ഓരോ ബേയിന്റെ നടുക്ക് ഓരോ പോസ്റ്റ് ഉണ്ട് അല്ലേ. സോ ഫസ്റ്റ് ബേ കഴിച്ചിട്ട് ഒരു പോസ്റ്റ്, അഗെയിൻ പോസ്റ്റ്, അങ്ങനെ 11 പോസ്റ്റ് ഉണ്ട്. സോ ഇവിടം മുതൽ ഇവിടം വരെ എടുത്താൽ നടുക്ക് 11 പോസ്റ്റ് ഉണ്ട്. ഓക്കെ, നൗ ഇതിന്റെ ടോട്ടൽ ലെങ്ത് തന്നിട്ടുണ്ട്. വേറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ രണ്ട് എൻ സപ്പോർട്ട് ചെയ്യുന്ന എത്ര ലെങ്ത് ഉണ്ടെന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 മീറ്റേഴ്സ്. സോ ഇവിടം മുതൽ ഇവിടം വരെ എത്ര ലെങ്ത് ഉണ്ട്? 36 മീറ്റർ ലെങ്ത് ഉണ്ട്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 12 ഈക്വൽ ബേസ് വിത്ത് പോസ്റ്റ് 60 സെന്റിമീറ്റർ വൈഡ് അല്ലേ. സോ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് 0.6 മീറ്റർ വിഡ്ത്തുള്ള പോസ്റ്റുകൾ ഉപയോഗിച്ചാൽ. സോ ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്താൽ അതിന്റെ വിഡ്ത്ത് എത്രയാണ്? 0.6 മീറ്റർ. സോ ടോട്ടൽ ലെങ്ത് 36, അതിൽ 0.6 മീറ്ററിന്റെ 11 എണ്ണം അല്ലെ. ഇവിടെ തൊട്ട് ഇവിടം വരെ 11 പോസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. സോ ഹെഡ് ഓവർ ദ വെയർ തന്നിട്ടുണ്ട് അല്ലെ. എച്ച് ഈസ് ഈക്വൽ ടു 1.2 മീറ്റർ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? നമ്പർ ഓഫ് ബേസ്, അതാണ് നമ്മൾ സാധാരണ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. നമ്മൾ ആ ഇക്വേഷൻ കണ്ടപ്പോൾ ഓർത്തിട്ടുണ്ടാവും. എൻ ഈസ് ഈക്വൽ ടു 12. അടുത്തത് തന്നിരിക്കുന്നത് എന്താ? ടോട്ടൽ ലെങ്ത് ഓഫ് വിയർ, അതാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. സോ രണ്ട് സപ്പോർട്ടിന്റെ ഇടയിലുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 36 മീറ്റർ ആണ്. ഇത് ക്രസ്റ്റ് ലെങ്ത് ആണോ? അല്ല അല്ലെ. ടോട്ടൽ ലെങ്ത് ആണ്, ഇൻക്ലൂഡിങ് ദ വിഡ്ത്ത് ഓഫ് പോസ്റ്റ്. ക്രസ്റ്റ് ലെങ്ത് അല്ല, അത് ഓർത്ത് വെക്കുക. സോ ടോട്ടൽ ലെങ്ത് ഓഫ് വെയർ 36 മീറ്റർ ആണ്. ഇനി അതിലൊരു പോസ്റ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0.6 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ക്രസ്റ്റ് ലെങ്ത്? സോ ഇവിടം തൊട്ട് ഇവിടം വരെ 36 മീറ്റർ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് 11.6 മീറ്റർ ഉള്ള പോസ്റ്റുകളുണ്ട്. സോ വാട്ട് വിൽ ബി ദ ക്രസ്റ്റ് ലെങ്ത്? ക്രസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെള്ളം പോകാനുള്ള പാത്ത് ഉണ്ടല്ലോ, അത്രയും ലെങ്ത്. ഓക്കെ, ഈ രണ്ട് പോസ്റ്റുകളുടെ ഇടയിലുള്ള ലെങ്ത് മുഴുവൻ സമ്മപ്പ് ചെയ്യുന്ന ലെങ്ത്. വാട്ട് വിൽ ബി ദാറ്റ്? ടോട്ടൽ മൈനസ് 11 ഇൻറ്റു 0.6 അല്ലേ. സോ ടോട്ടൽ 36 ഉണ്ട്, അതിൽ 11.6 മീറ്റർ ഉള്ള പോസ്റ്റ് ഉണ്ട്. സോ ജസ്റ്റ് സബ്സ്ട്രാക്ട് 36 minus 11 into 0.6. Your total crest length L will be equal to 29.4 meter. Okay, so total crest length is equal to 29.4 meter. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ അല്ലേ. വാട്ട് വാസ് അവർ ഇക്വേഷൻ? ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എൻ കോൺട്രാക്ഷൻ ഉണ്ട്, വെലോസിറ്റി ഓഫ് അപ്രോച്ച് തന്നിട്ടുണ്ട്. സോ വെലോസിറ്റി ഓഫ് അപ്രോച്ച് തന്ന സ്ഥിതിക്ക് നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇക്വേഷനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യണം അല്ലെ. ആ കേസാണ് എടുക്കേണ്ടത്. വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഡയറക്റ്റ് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് തന്നു. അതിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അഡീഷണൽ ഹെഡ് കണ്ടുപിടിക്കാം. അഡീഷണൽ ഹെഡ് എത്രയാണ്? എച്ച് ഐ ഇസ് ഈക്വൽ ടു വി എ സ്ക്വയർ ബൈ 2g. എച്ച് ഐ ഇസ് ഈക്വൽ ടു
VA square by 2G. Substitute here 2 square by 2 into 9.81. Your answer will be 0.204 meter. So velocity of approach വെച്ചിട്ട് നമ്മൾ അഡീഷണൽ ഹെഡ് കണ്ടുപിടിച്ചു. സോ നമ്മുടെ ഇക്വേഷന് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാം. From Francis formula, discharge over a contracted weir with velocity of approach consideration is 1.84 into L minus n times 0.2 H plus HA into H plus HA raised to 3 by 2 minus HA raised to 3 by 2. So ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ എത്ര ബേസ് ഉണ്ടെന്ന് ആണ്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.84 L എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത് അല്ലേ? ഈ എല്ലാ ക്രസ്റ്റ് ലെങ്ത്തും കൂടെ ആഡപ്പ് ചെയ്ത് അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 29.4 മൈനസ് n ടൈംസ് 12 ഇൻറ്റു 0.2 ടൈംസ് 1.2 plus 0.204 H plus HA. Okay, again H plus HA raised to 3 by 2 minus HA raised to 3 by 2. Substitute here, you will get the discharge over this contracted weir as 75.27 meter cube per second. So equal base ഉള്ള പ്രോബ്ലംസ് വരുവാണെങ്കിൽ you can directly use Francis formula. Okay, ആ സമയത്ത് n contraction കൺസിഡർ ചെയ്യണമെന്ന് മാത്രം. So with this we are concluding today's session. നിങ്ങൾക്കറിയാം ഇന്ന് 2 ആക്ടിവിറ്റി അവർ ഉണ്ട്. ആ ആക്ടിവിറ്റി അവറിൽ ഇത് ചെയ്യാൻ നിങ്ങൾക്കൊരു 3 പ്രോബ്ലംസ് വരുന്നുണ്ട്. ഒന്നാമത്തെ പ്രോബ്ലം സിമ്പിൾ ആണ്. ബേസിൻസ് ഫോർമുല ഉപയോഗിച്ച് വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്തും വെലോസിറ്റി ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യാതെയും തന്നിരിക്കുന്ന വിയറിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. ഒരു റെക്ടാങ്കുലർ വിയർ ആണ്, 50 സെന്റിമീറ്റർ അതിന്റെ ഹെഡ്, ലെങ്ത് ഓഫ് ക്രസ്റ്റ് 1.4 മീറ്റർ ആണ്. നിങ്ങൾ ബേസിൻസ് ഫോർമുല ഉപയോഗിച്ച് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ചും വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാതെയും ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്തത് ഫ്രാൻസിസ് ഫോർമുല ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ്. വാട്ടർ ഫ്ലോസ് ഓവർ എ റെക്ടാങ്കുലർ ഷാർപ്പ് ക്രസ്റ്റഡ് വിയർ 1 മീറ്റർ ലോങ്, ഹെഡ് ഓവർ ദ സിൽ ഓഫ് വാട്ടർ. ക്രസ്റ്റിന്റെ വേറൊരു പേരാണ് സില്ല്. 0.66 മീറ്റർ. അപ്രോച്ച് ചാനലിന്റെ വിഡ്ത്തും അപ്രോച്ച് ചാനലിന്റെ ഡെപ്തും തന്നിട്ടുണ്ട്. അതായത് ചാനൽ വിഡ്ത്തും ചാനൽ ഡെപ്തും തന്നിട്ടുണ്ട്. എന്തിനായിരിക്കും നിങ്ങൾക്ക് അറിയാം അല്ലെ? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ഡിസ്ചാർജ് ഓഫ് ദ സപ്രസ്ഡ് വിയർ യൂസിങ് ഫ്രാൻസിസ് ഫോർമുല. 1 നെഗ്ലക്റ്റിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച്, 2 കൺസിഡറിങ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് അല്ലെ? സോ സാധാരണ വെലോസിറ്റി ഓഫ് അപ്രോച്ച് പ്രോബ്ലം ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ആദ്യം വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇല്ലാത്ത ഡിസ്ചാർജ് കണ്ടുപിടിക്കും, അതിനുശേഷം അതേ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനൽ ചെയ്ത് എന്ത് കണ്ടുപിടിക്കും? വെലോസിറ്റി ഓഫ് അപ്രോച്ച് കിട്ടും. വെലോസിറ്റി ഓഫ് അപ്രോച്ച് സ്ക്വയർ ബൈ 2G ചെയ്താൽ HA കിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് അപ്രോച്ച് തരാത്തത് കൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വെച്ച്, അതായത് നെഗ്ലക്റ്റിംഗ് വെലോസിറ്റി ഓഫ് അപ്രോച്ച് വെച്ച് നിങ്ങൾക്ക് എത്രയാണോ ഡിസ്ചാർജ് കിട്ടുന്നത് ആ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ചാനൽ ചെയ്യണം. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സിമിലർ ടു ദ ലാസ്റ്റ് പ്രോബ്ലം വി ഡിഡ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ലാസ്റ്റ് പ്രോബ്ലത്തിന് സിമിലർ ആണ്, പക്ഷെ തിരിച്ചാണ് ചെയ്യേണ്ടത്. നേരത്തെ നമുക്ക് നമ്പർ ഓഫ് ബേസ് തന്നിട്ട് ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, നിങ്ങൾ നമ്പർ ഓഫ് ബേസ് കണ്ടുപിടിക്കണം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഈ പ്രോബ്ലത്തിൽ, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. സോ ഇവിടെ നേരത്തെ പോലെ ടോട്ടൽ ക്രസ്റ്റ് ലെങ്ത് അല്ല, അതായത് ടോട്ടൽ വിയറിന്റെ ലെങ്ത് അല്ല തന്നിരിക്കുന്നത്, ഓരോ ബേയിന്റെയും ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. 10 മീറ്റർ എന്നുള്ളത് ഈച്ച് സ്പാൻ ഓഫ് ഓപ്പണിംഗ് ആണ്. ഓക്കെ, സോ അത് മൈൻഡിൽ വെക്കുക. ഈ 3 പ്രോബ്ലംസ് വായിച്ചു നോക്കുക, ചെയ്തു നോക്കുക. ദെൻ യു ക്യാൻ സബ്മിറ്റ് ഇൻ ഗൂഗിൾ ക്ലാസ് റൂം. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ് ടുഡേയ്സ് സെഷൻ. ഇനി നമുക്ക് ഒരു ക്ലാസ്സും കൂടി തേർഡ് മൊഡ്യൂളിൽ ബാക്കിയുള്ളൂ. അത് 2 ടൈപ്പ് ഓഫ് വിയർ, ബ്രോഡ് ക്രസ്റ്റഡ് വിയർ, അതുപോലെ സബ്മേർജ്ഡ് വിയർ. ഇതിന്റെ 2 സിമ്പിൾ ഇക്വേഷനും 2 സിമ്പിൾ പ്രോബ്ലംസും അടുത്ത ക്ലാസ്സിന് ചെയ്തിട്ട് നമ്മൾ ഈ മൊഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യും. സോ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ.